അവരാരും സുബീക്കിച്ചിട്ട് പോയവരല്ലല്ലോ. ആണോ? ഹിന്ദുക്കൾ എത്രയാണ് ഗൾഫിലെത്തിയത്, അവരെത്ര കോടിയാണ് സമ്പാദിച്ചത്, അവരാരും സുബീക്കിച്ചിട്ട് പോയതല്ലല്ലോ. എത്ര കമ്മ്യൂണിസ്റ്റുകാരാണ് കുബൈലെത്തിയത്, എത്ര കോടികളാണ് സമ്പാദിച്ചത്, അവരും സുബീക്കിച്ചിട്ട് പോയവരല്ലല്ലോ. അപ്പൊ പിന്നെ സുബീക്കിച്ചോനിക്ക് കൊടുക്കുന്നവൻ അല്ലാഹ്, ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നതോ? നമ്മളെ വിശ്വാസമൊക്കെ മാറിയില്ലേ? അല്ലാഹ് ഓരൊക്കെപ്പെട്ടില്ലേ? എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, ഇവിടെ സുബഹി നിസ്കരിച്ചാക്ക് കൊടുത്തതും അല്ലാഹ്, ദൂതന് കൊടുത്തതും അല്ലാഹ്, ക്രിസ്ത്യാനിക്ക് കൊടുത്തതും അല്ലാഹ്, മജൂസിക്ക് കൊടുത്തതും അല്ലാഹ്, കമ്മ്യൂണിസ്റ്റുകാരന് കൊടുത്തതും അല്ലാഹ്. എന്തുകൊണ്ട്? ആവശ്യങ്ങൾ പൂർത്തിയാക്കാമെന്നത് അള്ളാഹുവിന്റെ വഅദയാണ്. അടിമകളോട് അത് ആദർശം നോക്കിയിട്ടായിരിക്കില്ല. ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ നിസ്കരിക്കുന്നവന്റെ കണ്ടത്തിന് മാത്രമല്ല വെള്ളം, അപ്പുറത്തെ ജൂതന്റെ കണ്ടത്തിലും വെള്ളം, അപ്പുറത്തെ ക്രിസ്ത്യാനിന്റെ വയലിലും വെള്ളം, ഇല്ലേ? എല്ലാം അല്ലാഹു തആല ഓഹരി വെച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ രീതി അതാ. ആരാണ് അല്ലാഹ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ വിരിപ്പാക്കി തന്നവനാണ് അവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവനാണ് അവൻ. ഫഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കിയവനാണ് അവൻ. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി, ആ വെള്ളം ഉപയോഗിച്ച് പഴവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിച്ചവനാണ് അവൻ. റിസ്ഖല്ലക്കും, നിങ്ങൾക്ക് ചാപ്പാടടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അല്ലാഹു തആല പറയാം, മനുഷ്യൻ എന്ന പരിഗണന വെച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നത്. മനുഷ്യൻ എന്ന പരിഗണന വെച്ചിട്ട് നിങ്ങളെ മതം നോക്കിയിട്ടോ, നിങ്ങളെ ജാതി നോക്കിയിട്ടോ, നിങ്ങളെ ആദർശം നോക്കിയിട്ടോ, നിങ്ങളെ വിശ്വാസം നോക്കിയിട്ടോ ഇതൊന്നുമല്ല ഞാൻ ഈ ആനുകൂല്യം നിങ്ങൾക്ക് ചെയ്തു തന്നത്. പക്ഷെ ഇനി എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. അല്ലാഹ് പറയാം, ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ തിന്നാൻ തന്നു, ആകാശം തന്നു, ഭൂമി തന്നു, ഇതൊന്നും നിങ്ങൾ ഞാനൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇതെല്ലാം നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ആകാശം എന്റേതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ഭൂമി എന്റേതാണെന്നറിയാം, മഴ തരുന്ന ഞാനാണെന്നറിയാം, വെള്ളം തരുന്ന ഞാനാണെന്നറിയാം, പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഞാനാണെന്നറിയാം. ഇതൊക്കെ അറിഞ്ഞിരിക്കെ നിങ്ങൾ എന്തിനാണ് എനിക്ക് പാർട്ട്ണർമാരെ ഉണ്ടാക്കുന്നത്? അല്ലാഹു ചോദിക്കുക. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ഇതൊക്കെ എന്റേതാണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ എനിക്ക് പാർട്ട്ണർമാരെ ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ നിങ്ങളെ വിടൂല. നിങ്ങൾ നന്ദി കെട്ടവരാണ്, നിങ്ങൾ ളാലിമീങ്ങളാണ്. ഇന്ന ശിർക ലളുൽമുൻ അദീം. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും, പാതകം പുറത്തു തരികയില്ല. പാവങ്ങൾ പുറത്തു തരും, പാതകം പുറത്തു തരികയില്ല. പാപങ്ങൾ പുറത്തു തരും, പാതകം പുറത്തു തരികയില്ല. ശിർക്ക് പാപമല്ല, പാതകമാണ്. ഇന്ന ശിർക ലളുൽമുൻ അദീം വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ശിർക്ക് പാപമല്ല, പാതകമാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഹിക്മത്തും ഇല്ല, തന്ത്രവും ഇല്ല, ഒന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു ഈച്ച ഒരാളെ സ്വർഗത്തിലാക്കി, അതേ ഈച്ച ഒരാളെ നരകത്തിലാക്കി എന്ന് പറഞ്ഞില്ലേ? എന്താ സംഭവം? റസൂലുള്ളാഹി തങ്ങൾ ഒരു സംഭവം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടുപേര് യാത്ര ചെയ്യുകയാണ്, രണ്ട് മുഅ്മിനീങ്ങൾ യാത്ര ചെയ്യുകയാണ്. അവർ ഒരു ഗ്രാമത്തിൽ ചെന്നെത്തി. ആ ഗ്രാമീണരായ ജനങ്ങൾ ശിർക്കിന്റെ അഹ്ലുകാരാണ്, ബിംബങ്ങളെ പൂജിക്കുന്നവരാണ്. ഈ രണ്ട് യാത്രക്കാരെ തടഞ്ഞു നിർത്തിയവർ അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളെ അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ അംഗീകരിക്കുന്നതിലുള്ള തീവ്രത പഠിപ്പിക്കുകയാണ് സഹാബാക്കൾക്ക്. അതിലൊരു കോംപ്രമൈസ് ഇല്ല, അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടിയും അല്ലാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്ന വിഷയത്തിലില്ല. ഇനി സഹാബാക്കൾ കൊടുത്തു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ആ രണ്ടു പേരെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ നാട്ടുപ്രമാണിമാരായ മുശ്രിക്കുകൾ പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ഞങ്ങളെ ഈ ദൈവങ്ങൾക്ക് എന്തെങ്കിലും സമർപ്പിച്ചേ പറ്റൂ എന്ന്. ഈ നാട്ടിലൂടെ കടന്നു പോകണമെങ്കിൽ ഞങ്ങളെ ദൈവങ്ങൾക്ക് എന്തെങ്കിലും സമർപ്പിച്ചേ പറ്റൂ. അവർ രണ്ടുപേരും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ മുവഹ്ഹിദീങ്ങളാണ്, അള്ളാന്റെ വഹദാനിയത്ത് അംഗീകരിച്ചവരാണ്. അല്ലാഹു അല്ലാത്തൊരു ശക്തിയെ, അല്ലാഹു അല്ലാത്തൊരു വ്യക്തിയെ, അല്ലാഹു അല്ലാത്തൊരു വസ്തുവിനെ ആശ്രയിക്കുന്ന പ്രശ്നമില്ല, അപേക്ഷിക്കുന്ന പ്രശ്നമില്ല, ഭയപ്പെടുന്ന പ്രശ്നമില്ല, ദുആ ചെയ്യുന്ന പ്രശ്നമില്ല, ഒരു തരത്തിലും അവരെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് സമർപ്പിക്കാൻ പറ്റൂല. എങ്കിൽ നിങ്ങളെ ജീവിക്കാൻ വിടൂല, കൊന്നുകളയുന്നു. കൊന്നാലും ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ പറഞ്ഞു അവർ, ഒരു ഈച്ചയെങ്കിലും ദൈവത്തിന്
ദൈവത്തിന് സമർപ്പിച്ചാലേ നിങ്ങളെ വെറുതെ വിടുള്ളൂ എന്ന്, ഒരു ഈച്ചയെങ്കിലും സമർപ്പിച്ചാലേ വെറുതെ വിടുള്ളൂ എന്ന്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ കൂട്ടത്തിൽ ഒരാള് തന്ത്രം എന്ന നിലക്ക്, ഹിക്മത്ത് എന്ന നിലക്ക് ഒരു ഈച്ചയെ ആർക്ക് വേണം, ദൈവത്തിന് അതല്ലേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് രക്ഷപ്പെട്ടേക്കാമെന്ന് കരുതി ഒരു ഈച്ചയെ ദൈവത്തിന് സമർപ്പിച്ചു. അഷ്റഫുൽ ഖൽഖായ മുത്തായ റസൂലുള്ളാഹി പറഞ്ഞു, ആ ഈച്ച കാരണത്താൽ അയാൾ നരകത്തിലേക്ക് പോയി എന്ന്. ഈമാൻ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, തീവ്രതയേ ഉള്ളൂ. ഈമാൻ തീവ്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഈമാൻ ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളുമില്ല. അനുഷ്ഠാനത്തിൽ ശരീഅത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവാം, ശരീഅത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. ഈമാനിൽ അകത്തൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അതേസമയത്ത് മറ്റേ സഹോദരൻ തീവ്രമായി പിടിച്ചു നിന്നു, ഈച്ചയെ പോലും കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് വാശി പിടിച്ചു. ഫഖതലഹു, അവർ ആ സഹോദരനെ കൊന്നളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. ഇതാണ് ഈമാന്റെ വിഷയം. ഇത്ര ശക്തമാണ് സഹോദരിമാരെ ഈമാന്റെ കാര്യം. ഈ കാര്യത്തിൽ അല്ലാഹു തആല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഷ കടുത്തതാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരു മനുഷ്യൻ രാവിലെ ഒരു കൊടുവാളുമായിട്ടിറങ്ങി കണ്ണിക്കണ്ടോരെയൊക്കെ കൊന്നുകളഞ്ഞു. വൈകുന്നേരമാകുമ്പോഴേക്കൊരു 100 എണ്ണത്തിനെ കൊന്നു. രാത്രിയായി അദ്ദേഹം സ്വന്തമായി സ്വസ്ഥമായി ഒരിടത്ത് പോയിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് പലതും കടന്നു വന്നു. കുറ്റബോധമുണ്ടായി. എന്തൊരു കുരുത്തക്കേടാണ് ഞാൻ ചെയ്തത് എന്ന ബോധമുണ്ടായി. പാതിരാ നേരത്ത് അദ്ദേഹത്തിന് സ്വയബോധം വന്നു. അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈനീട്ടി, പടച്ചവനെ, മനസ്സിനുണ്ടായ ഒരു വിഭ്രാന്തിയിൽ ഞാൻ ചെയ്തു പോയതാണ്, തെറ്റ് ചെയ്തു പോയതാണ്, തെറ്റ് ഞാൻ സമ്മതിക്കുന്നു അല്ലാ, തെറ്റ് ഞാൻ ഏറ്റെടുക്കുന്നു അല്ലാ, എനിക്ക് മാപ്പാക്കിത്താ അല്ലാ, എനിക്ക് പൊറുത്തുതാ അല്ലാ, ഇതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കല്ലേ അല്ലാ, എന്നെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഫഗഫറ ലഹു ഫഅഗ്ഫിറു ലഹു. എന്താ അല്ലാഹു തആല പറഞ്ഞത്? ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കും. 100 പേരെ ഒന്നിച്ചു കൊന്ന കൊലയാളിയായാലും എന്റെ നേരെ വന്നാൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും. അതേ സന്ദർഭത്തിൽ ഒരാള് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി കച്ചവടക്കടയിലേക്ക്, ചുങ്കത്തറ ബസാറിലേക്കാണ് യാത്ര. പോകുന്നടി കട തുറക്കണം പോയിട്ട് ആദ്യമായിട്ട് കണ്ടതൊരു പള്ളിക്കുറ്റി. 1 ഉറുപ്പിക പള്ളിക്കുറ്റിയിലിട്ടു. തൊട്ടപ്പുറത്തൊരു ജാറക്കുറ്റി, 1 ഉറുപ്പിക ജാറക്കുറ്റിയിലിട്ടു. തൊട്ടപ്പുറത്തൊരു അമ്പലക്കുറ്റി, 1 ഉറുപ്പിക അമ്പലക്കുറ്റിയിലിട്ടു. തൊട്ടപ്പുറത്തൊരു കുരിശുംകുറ്റി, 1 ഉറുപ്പിക കുരിശുംകുറ്റിയിലിട്ടു. എന്നിട്ട് കട തുറന്നിട്ട് കൗണ്ടറിൽ ഇരുന്നിട്ട് ആശ്വസിക്കുകയാണ്. ഒരുപാട് ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാള് കഴിഞ്ഞാൽ ഇന്നത്തെ കച്ചവടം ഭേഷ്. ഈ 100 പേരെ കൊന്ന കൊലയാളിക്കല്ല പുറത്തു കൊടുക്കും. ഈ 4 ഉറുപ്പിക കുറ്റിയിലിട്ട് എനിക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു അല്ലാഹ്. ഇതാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തത്. നമ്മളെന്താ ചിന്തിക്കാൻ പെട്ടെന്ന്? 100 ആളോ കൊന്നതിനൊക്കെ വലുതാണോ ഒരു 4 ഉറുപ്പിക 4 കുറ്റിയിലിട്ടത് കഴിക്കാം. ഈമ മനസ്സിലാകത്തോണ്ടാ. ഈമ പഠിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ എന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി തങ്ങൾ എന്താ പറഞ്ഞേ? അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ട് 1 പ്രാവശ്യം ചൊല്ലിയാൽ മതി സ്വർഗ്ഗത്തിലേക്ക് പോകാം. അല്ലാഹ് പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ 70,000 ബിരിയാണിയും എന്നാലും ശരി സ്വർഗ്ഗത്തിൽ പോകുന്ന പ്രശ്നമില്ല. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പറഞ്ഞാൽ ഒന്നേ പറയണ്ടു, 70,000 പറയണ്ട, സമയം കളയണ്ട, വെറുതെ ആവശ്യമില്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അല്ലേ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിലേക്ക് പോകാം. പിന്നെ 70,000 ബിരിയാണി നഷ്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടില്ല പറഞ്ഞത്. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാനാ പറഞ്ഞത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ വഹദാനിയത്ത് പഠിക്കണം, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് പഠിക്കണം, അല്ലാഹുവിന്റെ റുബൂബിയത്ത് പഠിക്കണം. വഹദാനിയത്ത് റുബൂബിയത്തിലെ വഹദാനിയത്തും പഠിക്കണം, ഉലൂഹിയത്തിലെ വഹദാനിയത്തും പഠിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ആധിപത്യത്തെ അംഗീകരിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലൻ യഖ്ലുഖൂ ദുബാബാ
ഇവരാരും ഒരു ഈച്ചയെ പോലും നിർമ്മിച്ചിട്ടില്ല കേട്ടോ. വീണ്ടും കൂട്ടി അല്ലാഹ് വലവിജ്തമഊല, ഇവരെല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും ശരി, ഇജ്തിമഊല, ദൈവങ്ങൾ, ദേവികൾ, ഭാവമാർ, ബീവിമാർ